കണ്ടിട്ട് വരാം. താദിനന്ദം 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 തെയ്യാരേ താദിനന്ദം 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 തെയ്യാരേ താദിനന്ദം 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 തെയ്യാരേ. നമ്മുടെയൊക്കെ തൊടികളിൽ ഏറ്റവും സുലഭമായിട്ട് കാണുന്ന ഒരു പച്ചക്കറിയാണ് കൊപ്പക്കായ. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ഇത്ര അധികം പേരുകളുള്ള മറ്റൊരു പച്ചക്കറി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഇത് കൊപ്പക്കായ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തെക്കൻ കേരളത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ പപ്പായ എന്നുള്ള പേരിലാവും അറിയപ്പെടുന്നുണ്ടാവുക. പാലക്കാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓമക്കായ അല്ലെങ്കിൽ കപ്ലങ്ങ അങ്ങനത്തെ പേരുകളിലൊക്കെ ഇത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മലബാറിലേക്ക് കിടക്കുകയാണെങ്കിൽ കർമൂസ് കായ എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതൊന്നും അല്ലാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പേരിലാണ് ഇത് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്കിനി കൊപ്പക്കായ ഉപയോഗിച്ചുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വറുത്തരച്ച പുളിങ്കറി എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇടത്തരം വലിപ്പമുള്ള ഒരു കൊപ്പക്കായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തൊണ്ടും ഉള്ളിലെ കുരുവും നീക്കം ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിവിടെ കൊപ്പക്കായ നുറുക്കിയെടുക്കൽ കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒരു 2 വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം. നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഉപ്പ് നമ്മൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും രുചിക്ക് അനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ളത് ചേർക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വല്ലാണ്ട് വെള്ളം വേണ്ട. കഷ്ണം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മതി. അതായത് കഷ്ണത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ഒരു 2 വിസിലടിക്കണ വരെ വേവിച്ചെടുത്തിട്ട് കാണാം. ഇവിടെ നമ്മൾ ഈ പുളിങ്കറിക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്തൊക്കെ എടുത്തേക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു കൊപ്പക്കായ്ക്ക്, അതായത് ഒരു മീഡിയം സൈസുള്ള കൊപ്പക്കായ്ക്ക് 1/2 മുറി നാളികേരം, അതായത് ഒരു നാളികേരത്തിൻ്റെ പകുതി, അതാണ് നമ്മൾ എടുത്താക്കണത്. അതുപോലെ ഇടത്തരം വലിപ്പമുള്ള ഒരു സബോള. ഞാനിവിടെ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടും വറുത്തരച്ചിട്ട് ഈ ഒരു പുളിങ്കറി തയ്യാറാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ സബോള ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് തോന്നുന്നത്. സബോളയ്ക്ക് ചെറിയൊരു മധുരരസം ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള രസങ്ങളൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് സബോള ചേർത്ത് അരയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1.5 തൊട്ട് 2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 1.5 ടീസ്പൂണാണ് മല്ലിപ്പൊടി എടുത്താക്കുന്നത്. അതുപോലെ തന്നെ 1 സ്പൂൺ അരി. അപ്പോൾ ഞാനിവിടെ ഉണ്ണണ അരി, അതായത് നമ്മൾ ചോറ് വയ്ക്കണ അരിയാണ് എടുത്താക്കണത്. അപ്പോൾ നമ്മളിവിടെ പൊന്നിയരിയാണ് എടുത്താക്കണത്. അപ്പോൾ നിങ്ങൾ ഏതരിയാണ് ചോറ് വയ്ക്കാൻ എടുക്കണമെന്ന് വെച്ചാൽ ആ അരി എടുത്തോളൂ. അപ്പോൾ ഇതുപോലെ അരി വറുത്ത് അത് അരയ്ക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. പിന്നെ വേണ്ടത് ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ഉലുവ. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുപോലത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. ഓയിലാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വാദ് കിട്ടില്ല. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ മൂക്കുമ്പോൾ ഉലുവ ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി നന്നായിട്ട് പൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം ചേർത്ത് വറക്കുമ്പോൾ നമ്മൾ തീയലിനൊക്കെ വറക്കണ പോലെ നാളികേരം നന്നായിട്ട് പുളിയുറുമ്പിൻ്റെ നിറാവണ വരെയൊന്നും വറക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് ഡ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ചെറിയൊരു ചുവന്ന നിറം വന്നാൽ മതി. നാളികേരം ചെറുതായിട്ട് അങ്ങോട്ട് മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സബോളയും കൂടി ചേർത്ത് കൊടുക്കാം. സബോള ഞാനിവിടെ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നാളികേരമൊക്കെ ഈ ഒരു പാകം മതി, വല്ലാണ്ട് മൂക്കണ്ട. അതുപോലെ തന്നെ സബോളയും ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചമണം പോകണ വരെ ഒരു 1-2 മിനിറ്റ് നേരം ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഓമക്കായൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പ്രഷർ കുക്കറിൽ ഒരു 2 വിസിലടിക്കണ വരെ വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ ഞാനിത് കുക്കറിൽ നിന്ന് ഒരു കലത്തേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിങ്കറിക്ക് നമ്മൾ കുതിർത്തായിട്ടാക്കണ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പുളിക്കൊക്കെ ഒരു പച്ചസ്വാദ് ഉണ്ടാവും. ആ പച്ചസ്വാദ് പോണ വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വറവ് നന്നായിട്ട് തണുത്തതിന് ശേഷം
ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇതപ്പോൾ നമ്മൾ പുളിവെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പച്ചസ്വാദൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കാം. വറുത്തരച്ച അരപ്പായത് കൊണ്ട് തന്നെ അരപ്പിന് പച്ചസ്വാദൊന്നും ഉണ്ടാവില്ല. ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ചെറിയൊരു പത വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിക്ക് താളിച്ച് ചേർക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഉള്ളി മൊരിഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ താളിച്ചത് കറിക്ക് ചേർക്കാം. നമ്മുടെ എല്ലാവരുടെയും തൊടികളിൽ സുലഭമായതുകൊണ്ട് തന്നെയായിരിക്കാം പലർക്കും ഇഷ്ടമല്ലാത്തൊരു പച്ചക്കറിയാണ് കൊപ്പക്കായ. പപ്പായ ഉപയോഗിച്ചിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ വറുത്തരച്ച് ഒരു പുളിങ്കറി ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങളിത് ഇഷ്ടപ്പെടും. ചോറിന് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒഴിച്ചുകറിയാണ് ഈ ഓമക്കായ വറുത്തരച്ച പുളിങ്കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട്. അതുവരെ ബായ്.